ചലച്ചിത്രമേളയിലെത്തിയ സിനിമകൾക്കെല്ലാം പിന്നിൽ അതിജീവനത്തിന്റെയും സഹനത്തിന്റെയും നാൾവഴികളുണ്ട്. ശോഭന പടിഞ്ഞാറ്റിലിന്റെ സംവിധാനത്തിൽ 5 ഗേൾഫ്രണ്ട്സ് എന്ന സിനിമ തിരശീലയിൽ തെളിയുമ്പോൾ വർഷമായി കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഈ വനിത. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേറ്റ് ലൈബ്രറിക്ക് പറയാൻ എണ്ണിയാലൊടുങ്ങാത്ത കഥകളുണ്ട്. ഇന്ന് പറയാനുള്ളത് ഒരു സിനിമാ കഥയാണ്. സ്ത്രീയെ സ്ത്രീയുടെ കണ്ണിലൂടെ പകർത്തിയ ഒരു സിനിമാ കഥ. മേളയുടെ ചരിത്രത്തിലാദ്യമായി 4 സ്ത്രീ സംവിധായകരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ 24-ാം വയസ്സിൽ കണ്ട സ്വപ്നം തിരശീലയിൽ എത്തി നിൽക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ 50-കാരി. സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയും അതേ അഭിമാന നിമിഷത്തിലൂടെ കടന്നുപോകുന്നു. സംവിധായകൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ലൈബ്രറിയിലുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നെ അത് സഹായിച്ചിട്ടുണ്ട്. ഇപ്പം അത് പെട്ടെന്നൊരു ദിവസം എനിക്ക് സിനിമ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആത്മവിശ്വാസം നൽകിയത് ഈ ലൈബ്രറിയിൽ ഞാനിപ്പോൾ ഒരു സാധാരണ ലൈബ്രറിനേക്കാളും ലൈബ്രറിയുടെ ഒരു ചീഫ് ലൈബ്രറിയനായ കാരണം കൊണ്ട് എൻ്റെ കീഴിലുള്ള ലൈബ്രറിമാരെയും മറ്റ് ജീവനക്കാരുടെ വർക്കുകളെല്ലാം ഏകോപിപ്പിക്കുന്നൊരു ചുമതല എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സംവിധായകനും അങ്ങനെ പലതരത്തിലുള്ള വർക്കുകൾ ഏകോപിപ്പിക്കുന്നൊരു ഇതായതുകൊണ്ട് അതെനിക്ക് ആ ഒരു വർക്ക് ചെയ്ത് നോക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. 5 പെൺകുട്ടികളുടെ കഥ പറയുന്ന 5 ഗേൾ ഫ്രണ്ട്സ് ഒരു നിലപാടറിയിക്കൽ കൂടിയാണ്. സ്വന്തം ആഗ്രഹങ്ങളും ജെൻഡറും ലൈംഗികാഭിമുഖ്യവും തുടങ്ങി സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൂടെയുള്ള ഒരു പറ്റം പെൺകുട്ടികളുടെ ജീവിത കഥ. സ്ത്രീകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കഥകളുണ്ട് പറയാനായിട്ട്. അവരവരുടെ ശരീരത്തിനെ കാണുന്നതിനെയും അവരുടെ ലൈംഗികതയെ കാണുന്നതും അത് പുരുഷന്മാരുടെ കണ്ണിലൂടെ മാത്രമേ നമ്മളിതുവരെ കണ്ടിട്ടുള്ളൂ. അങ്ങനെയല്ല എന്നുള്ള രീതി എനിക്ക് തോന്നി അതിൻ്റെ പുറത്തെടുത്തതല്ല. അങ്ങനെ ഞാൻ ചെയ്ത സിനിമയിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ആ രീതിയിലൊരു കഥയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു നായിക ഒരു ട്രാൻസ് വുമണാണ്. അപ്പോൾ ട്രാൻസ് വിഷയങ്ങളെല്ലാം അവരെ കൂടെ റോസ എന്നാണ് അവളുടെ പേര്. അവർ പേര് സ്വീകരിക്കുന്നത് പോലും പലപ്പോഴും പലതരത്തിലുള്ള പേരുകൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം തന്നെ ഞാൻ യഥാർത്ഥത്തിൽ റോസയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ഈ സിനിമയിലെ ഓരോ നായികമാർക്കും അവരുടെ കഥയായിട്ട് കുറച്ചൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. മാത്രമല്ല എല്ലാ നായികമാരെയും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണത് മാത്രമാണ്. സിനിമാ സംവിധാനമൊക്കെ നിർത്താൻ പലരും ആലോചിക്കുന്ന പ്രായത്തിലാണ് ശോഭന തന്റെ ആദ്യ സിനിമ ചെയ്യുന്നത്. സാഹചര്യമുണ്ടാക്കിയ വലിയ കാലതാമസം. പക്ഷേ പിന്മാറാൻ തയ്യാറാകാത്ത സിനിമകളോടുള്ള അവരുടെ അഭിനിവേശം 2024 ശോഭന പടിഞ്ഞാറ്റിലിനെ സംവിധായികയാക്കി. ഒരു 10 മിനിറ്റ് ഷോർട്ട് മൂവി എടുക്കാമെന്ന് കരുതി. അപ്പം അങ്ങനെ വർക്ക്ഷോപ്പെല്ലാം ചെയ്തു. ഷോർട്ട് മൂവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയി. പക്ഷേ ആ ഷോർട്ട് മൂവി എടുത്തു കഴിഞ്ഞപ്പോൾ അത് 45 മിനിറ്റുള്ള ഒരു വർക്കായി മാറി. അപ്പം 45 മിനിറ്റുള്ള കാരണം കൊണ്ട് വിചാരിച്ചു എങ്കിൽ പിന്നെ ഒരു 70 മിനിറ്റ് ആണെങ്കിൽ സിനിമയാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് കഥയിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ചും കൂടെ ഷൂട്ട് ചെയ്ത് അങ്ങനെയാണ് സിനിമയാക്കിയത്. അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. IFFK 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മാറ്റിമറിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴേ അത് മാറി, ഇനി കണ്ടറിയാം. കാലാനുസൃതമായി സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ശോഭനയെപ്പോലുള്ളവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലം കൂടിയാണ്. ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.